ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അങ്ങേയറ്റം അപമാനഭാരത്തോടെ നാണക്കേടോടുകൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം 2017 നരേന്ദ്രമോദി എന്തിനാണ് ഇസ്രായേൽ സന്ദർശനം നടത്തിയത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ പോലും ലൈംഗികമായി ഉപയോഗിക്കുകയും കാഴ്ചവെക്കുകയും ചെയ്ത കേസിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് കൊടും ക്രിമിനൽ എന്നും ലൈംഗിക കുറ്റവാളി എന്നും വിശേഷിപ്പിച്ച എപ്സ്റ്റീനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് ബന്ധം? അയാളുടെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം ഒരു ദല്ലാളായി ഇടനിലക്കാരനായി നരേന്ദ്രമോദി എന്തിനാണ് ഇസ്രായേൽ പോയത്? നിങ്ങൾ ഓർക്കുന്നില്ലേ 2017 നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം? അന്ന് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ബഹളം? ചരിത്ര നിമിഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ ആ വാർത്തയെ കൊട്ടിഘോഷിച്ചത്. ജനൻ ടിവിയിലെ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നതോടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്നും റോൾ എന്താണെന്നും നരേന്ദ്രമോദിയിലൂടെ ലോകമിതാ മനസ്സിലാക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. 92 കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആണ് ഇസ്രായേലുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം തുടങ്ങി വെക്കുന്നത്. ആ നയതന്ത്ര ബന്ധത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുമ്പോൾ സിൽവർ ജൂബിലി ആഘോഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോയത്. അന്ന് സംഘികൾ വലിയ ആഘോഷമാക്കി കൊണ്ടാടിയ ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇതാ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 25 വർഷങ്ങൾ പൂർത്തിയായ വേളയിൽ സിൽവർ ജൂബിലി ആഘോഷിക്കാനാണ് പോകുന്നത് എന്ന് BJPയും സംഘപരിവാറും ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളോട് പറഞ്ഞത് പച്ച നുണയാണെന്ന് എപ്സ്റ്റീൻ്റെ രേഖകൾ പുറത്തു വന്നതിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതെ, നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോട് നുണ പറഞ്ഞു. ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരനാണെന്നും എൻ്റെ യജമാനൻ ഇന്ത്യക്കാരനാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തി, ഇന്ത്യയുടെ അഭിമാനത്തിന് മായാത്ത കളങ്കം വരുത്തി. അതായത് 2017 നരേന്ദ്രമോദി ഇന്ത്യക്കാരോട് നുണ പറഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് പോയത് ട്രംപിന് സ്തുതി പാടാൻ വേണ്ടിയിട്ടായിരുന്നു. ട്രംപിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്തായിരുന്നു കാരണം? എന്തിനായിരുന്നു നരേന്ദ്രമോദി ട്രംപിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള ശ്രമം നടത്തിയത്? നമുക്കറിയാം, ഗുജറാത്ത് കലാപത്തോടുകൂടി അമേരിക്ക അടക്കമുള്ള ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നരേന്ദ്രമോദിക്ക് യാത്രാവിലക്ക് നിലവിൽ വന്നു. ഒരു രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് വിസ കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുമ്പോൾ വിദേശ നയത്തിൻ്റെ ഭാഗമായി യാത്രാവിലക്കുകൾ മാറ്റപ്പെടും, വിസകൾ അനുവദിക്കപ്പെടും. അങ്ങനെ നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കുള്ള വിസ കിട്ടി. പക്ഷേ 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി 2017 തൻ്റെ ആദ്യത്തെ അമേരിക്കൻ യാത്ര നടത്തുന്നത്. അന്ന് വാഷിങ്ടണിലെത്തിയ നരേന്ദ്രമോദിയെ കാര്യമായി ആരും പരിഗണിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ഈ വിവരം നരേന്ദ്രമോദിയുടെ ഒരു സഹായി എപ്സ്റ്റീനെ അറിയിക്കുന്നു. എപ്സ്റ്റീനും ട്രംപും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കൂടിക്കാഴ്ചയിൽ അമേരിക്കയിലെത്തിയ നരേന്ദ്രമോദിക്ക് കാര്യമായ പരിഗണന കിട്ടിയില്ലെന്നും പ്രത്യേകിച്ച് ട്രംപുമായി അടുക്കാനോ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാക്കാനോ സാധിച്ചില്ല എന്ന നിരാശാജനകമായ അനുഭവങ്ങൾ ഈ പറയപ്പെട്ട നരേന്ദ്രമോദിയുടെ സഹായി എപ്സ്റ്റീനെ അറിയിക്കുന്നു. അങ്ങനെ ആ കൂടിക്കാഴ്ചയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ വിഷമങ്ങളും മാറാൻ, ട്രംപിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ എപ്സ്റ്റീൻ കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഇസ്രായേലിലേക്ക് പോവുക, അവിടെ പോയി ട്രംപിനെ പുകഴ്ത്തി പറയുക, അദ്ദേഹത്തിന് വേണ്ടി സ്തുതി പാടുക. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നരേന്ദ്രമോദി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ അഭിമാനത്തിന് മുകളിലൂടെ അവരടച്ച നികുതി പണത്തിന്റെ ചിലവിൽ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി. അവിടെ പോയി ട്രംപിന് വേണ്ടി പാട്ടുപാടി ഡാൻസ് ചെയ്തു, അയാളെ നിരന്തരം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, പുറത്തു വന്ന എപ്സ്റ്റീൻ്റെ രേഖകളിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നരേന്ദ്രമോദി 2017 ഇസ്രായേലിൽ പോയി ട്രംപിനെ പുകഴ്ത്തി പറഞ്ഞത് തൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അദ്ദേഹം അവിടെ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് എപ്സ്റ്റീൻ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിയ ഇത്രയും മോശകരമായ ഒരു അനുഭവം മുമ്പ് ഏതെങ്കിലും നേതാക്കളിൽ നിന്നും പ്രധാനമന്ത്രിമാരിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നേതാവ് മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ, അതും അമേരിക്ക പോലെയുള്ള വലിയ സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ എങ്ങനെയാണ് സ്വന്തം രാജ്യത്തെ അടയാളപ്പെടുത്തേണ്ടത്? നിങ്ങൾ അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സ്ഥാനം എന്താണ്, ഞങ്ങളുടെ റോൾ എന്താണ് എന്ന് എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയെ ബോധ്യപ്പെടുത്തേണ്ടത്? ലോകവിപണിയെ നിയന്ത്രിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളിലും കയറ്റുമതിയിൽ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ ലോകരാജ്യങ്ങൾക്കിടയിൽ പലപ്പോഴും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തല ഉയർത്തിപ്പിടിച്ച് പ്രതികരിച്ചിട്ടുള്ള ഇന്ത്യക്ക്, ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഗുഡ് ബുക്കിൽ കയറാൻ ഇസ്രായേൽ പോയി പാട്ട് പാടണമായിരുന്നോ? ഡാൻസ് ചെയ്യണമായിരുന്നോ? അമേരിക്കൻ പ്രസിഡന്റിനെ പൊക്കിയടിച്ച് അയാൾക്ക് വേണ്ടി സ്തുതി പാടണമായിരുന്നോ? ഇതിലും വലിയ നാണക്കേട് ഇനി നമ്മൾ ഇന്ത്യക്കാർക്ക് വരാനുണ്ടോ?
ലോക ജനതയ്ക്കിടയിൽ നമ്മൾ തല കുമ്പിട്ട് നിൽക്കുകയല്ലേ, ലജ്ജിച്ച് തല താഴ്ത്തുകയല്ലേ? എന്തിനും ഏതിനും നെഹ്റുവിനെ കുറ്റം പറയുന്ന ആളല്ലേ നരേന്ദ്രമോദി? നെഹ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയെ നാണം കെടുത്തുന്ന വിധത്തിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉള്ളതായി ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? മാത്രവുമല്ല, ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങളെക്കുറിച്ച് വിദേശ രാജ്യത്തെ ഭരണാധികാരികൾ പോലും വാതോരാതെ സംസാരിക്കുന്ന ഒരു കാലമാണിത്. അക്കാലത്താണ് നിലവിലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ട്രംപിൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ നടത്തിയ നാണം കെട്ട നാറിയ കഥകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രംപിന് വേണ്ടി മോദി ഇസ്രായേലിൽ പോയെടുത്ത പണി വെറുതെ ആയില്ല. അതിനുള്ള ഫലം അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതൊരു വസ്തുതയാണ്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള പ്രത്യുപകാരം എന്ന നിലയിലാണ് പിന്നീട് അമേരിക്കയിൽ ഹൗഡേ മോഡി എന്ന വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ട്രംപ് പിന്നീട് ഇന്ത്യയിലേക്ക് വരുന്നതും നമസ്തേ ട്രംപ് എന്ന വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നതും അതിലൂടെ മൈ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദി ട്രംപിനെ കുറിച്ച് വാചാലനായി സംസാരിച്ചത്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എന്നത്തെയും പോലെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഈ വിഷയത്തിലും ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി മിണ്ടാനും പോകുന്നില്ല. ഏതെങ്കിലും BJP യോഗങ്ങളിൽ പോയി ഒരു മൈതാന പ്രസംഗം നടത്തി അതിനിടയിൽ സംഘികളെ കോൾമയർ കൊള്ളിപ്പിക്കുന്ന കുറേ വാക്കുകൾ പറഞ്ഞ് അവരെ സംതൃപ്തിപ്പെടുത്തി കയ്യടി നേടി ഈ വിഷയത്തിലും മറ്റൊന്നും പ്രതികരിക്കാതെ അതിവിദഗ്ധമായി മോദി മുങ്ങും. ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും താറടിച്ചു കാണിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവത്തിൽ നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല. അവർക്കതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രയാസമോ കുറ്റബോധമോ ഉണ്ടാവാനും പോകുന്നില്ല. കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യമായതിൽ സംഘപരിവാറിന് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലല്ലോ. രാജ്യം സ്വാതന്ത്ര്യം നേടിയതടക്കം ഒരു കാര്യത്തിലും പ്രത്യേകിച്ചൊരു അധ്വാനമോ പങ്കോ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തിയാൽ എന്താ, കുഴിച്ചു മൂടിയാൽ എന്താ? നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരാല് മുളച്ചാൽ അതും അവനൊരു തണല് എന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെയും നരേന്ദ്രമോദിയും സംഘപരിവാറും കാണാൻ പോകുന്നത്.